പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നവംബർ മാസത്തിൻ്റെ യൂത്ത് മീറ്റിങ്ങിലോട്ടൊരു സ്വാഗതം. എനിക്ക് ഈ അവസരം തന്ന ഭാരവാഹികൾക്കെല്ലാം നന്ദി. നമുക്കാദ്യം ഒരു പാട്ട് നമുക്ക് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. അതിനുവേണ്ടി നമ്മൾ കൊയറിനെ വിളിക്കുന്നു. ശൈലവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ, ശൈലവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ, വീഴാതെ താങ്ങുന്ന താരാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നു. വീഴാതെ താങ്ങുന്ന താരാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നു. കഠിന ശോധന പർവ്വതങ്ങൾ ജീവിത സാഗരെ പോരാട്ടങ്ങൾ, കഠിന ശോധന പർവ്വതങ്ങൾ ജീവിത സാഗരെ പോരാട്ടങ്ങൾ, വൻതിരമാല പോലാഞ്ഞടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ സ്തുതിച്ചിടുന്നു. വൻതിരമാല പോലാഞ്ഞടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ സ്തുതിച്ചിടുന്നു. ശൈലവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ, ശൈലവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ, വീഴാതെ താങ്ങുന്ന താരാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നു. വീഴാതെ താങ്ങുന്ന താരാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നു. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ, എല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ, യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവനന്മയ്ക്കായി ഭവിച്ചിടുന്നു. മനസ്സരിച്ചാൽ നമുക്കൊരുകിടും മലയിലും കൃപയരുളിയിടുമേ, ബലമണിയിക്കുമേ, മാലയരുളിയിടുമേ, ബലമണിയിക്കുമേ, മധുരമായി മാറ്റിയിടുമേ.
നല്ല മനോഹരമായ ഗാനങ്ങളാണ് നമ്മുടെ കൊയർ പാടിയത്. ഇനി നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ള അവസരം എടുക്കാം. അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളിവിടെ കടന്നു വരുത്തിന് സ്വച്ഛതാവേ, ഞങ്ങൾ യൂത്ത് മീറ്റിംഗായി കടന്നു വരുമ്പോൾ അങ്ങയുടെ നാമത്തിൽപ്പെടാനായിട്ട് ഇടയിൽ തന്നെ കർത്താവേ, ഞങ്ങളുടെ യാത്രകളൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് സ്വച്ഛതാവേ, ഞങ്ങൾ ഏറ്റിരിക്കുന്ന എല്ലാ പ്രോഗ്രാമും വളരെ അനുഗ്രഹമായി നടത്താൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽപ്പെടുവാനായിട്ട് ഇടയിൽ തന്നെ കർത്താവേ, ഇത് വളരെ അനുഗ്രഹമായി തീരണേ. കടന്നു വന്നവർക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമായി തിരിച്ചു പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്യുവാനൊക്കെ ഞങ്ങളുടെ സഭയെ പ്രാർത്ഥിച്ച് സൺഡേ സ്കൂളിനെ പ്രാർത്ഥിക്കട്ടെ. വന്നിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് യൂത്ത് മീറ്റിംഗ് അനുഗ്രഹമായിരിക്കണം എന്നവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ട് യേശു നാമത്തിനാമേ. യേശുപ്പിച്ച ഞങ്ങൾക്ക് ഇന്ന് യൂത്ത് മീറ്റിംഗായി കൂടിയാനിടയാക്കിയല്ലോ. യേശുപ്പിച്ച എന്താ യൂത്ത് മീറ്റിംഗ് ഒക്കെ അനുഗ്രഹമായി തീരാൻ ഇടയൊക്കെ മാർഗം യേശുപ്പിച്ച കടന്നു വന്ന് എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുപ്പിച്ച. ഇനി ആരെങ്കിലും കടന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും വേഗം കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പിച്ച. ഇന്നത്തെ യൂത്ത് മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തന്നെ യേശുപ്പിച്ചിന് ഇടയാക്കുമാറാകണമെന്ന് യേശുപ്പിച്ച. തുടർന്ന് നടക്കുന്ന എല്ലാ പ്രോഗ്രാംസും യേശുപ്പിച്ച അനുഗ്രഹമായി തന്നെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യേശുവിനെ ഗണ യേശുനാം തന്നെ ആമേൻ. വലിയ യേശുപ്പിച്ച ഞങ്ങളോട് യൂത്ത് മീറ്റിംഗായിട്ട് കടന്നു വന്നിരിക്കുന്ന യേശുപ്പിച്ച നല്ലോണം അനുഗ്രഹത്തിനുണ്ടാകണേ. പ്രോഗ്രാം ഏറ്റവരൊക്കെ നല്ലോണം പ്രോഗ്രാം ചെയ്യാനുണ്ടാകണേ. പ്രത്യേക പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന ജോസിനെ ഏൽപ്പിക്കുന്ന യേശുപ്പിച്ച എല്ലാം നല്ലോണം അനുഗ്രഹത്തിനുണ്ടാകണേ. യൂത്ത് മീറ്റിംഗ് ഇവിടെയുള്ള പ്രോഗ്രാം എല്ലാം നടക്കണേ. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ. ആമേൻ. യൂത്ത് മീറ്റിംഗ് അനുഗ്രഹിക്കണമെന്ന് കടന്നു വന്നിട്ട് എല്ലാവരും അനുഗ്രഹിക്കണമേ. ഇന്ന് നന്നായിട്ട് നടക്കാൻ അനുഗ്രഹിക്കണമേ. ഇവിടെ കടന്നു പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവരും കടന്നു വന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുപ്പിച്ചനെ ഞങ്ങളെ കാത്തേശന സഹോദരങ്ങൾക്ക് പഠിക്കാൻ സാറിന് യൂത്ത് മീറ്റിങ്ങിന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല മെസ്സേജുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളത്തെ സൺഡേ സ്കൂൾ നല്ല അനുഗ്രഹമായി പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രോഗികളെ വരാത്ത ആൾക്കാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, രാത്രി നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂത്ത് മീറ്റിനെ അനുഗ്രഹിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇവിടെ നടത്തുന്ന പ്രോഗ്രാമിനെ എല്ലാവരും അനുഗ്രഹിക്കണം. പ്രോഗ്രാം ചെയ്യുന്നവർക്ക് കൃപ കൊടുക്കണം ദൈവമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാട്ടിടനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അടുത്തതായിട്ട് ജയാൻഡിയുടെ ഒരു പ്രോഗ്രാമാണ്, ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അതിനുവേണ്ടി ജയാൻഡി ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വലിയ കൂട്ടുകാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്പെഷ്യൽ പ്രോഗ്രാമൊന്നും അല്ല, എൻ്റെ ഒരു ചെറിയ ഭാവന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ നിങ്ങൾക്കെല്ലാവർക്കും നന്നായി അറിയാം. എങ്കിലും ആദ്യം തന്നെ എൻ്റെ പേര് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീട്ടിലും സമൂഹത്തിലുമൊക്കെ തഴയപ്പെട്ടവരെ എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ശപിക്കുന്നതും കളിയാക്കുന്നതുമൊക്കെ കേട്ട് പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട്. സങ്കടം വന്നാൽ ഒന്ന് കരയാൻ പോലും ബുദ്ധിമാന്മാരായ നിങ്ങൾ എന്നെ അനുവദിക്കാറില്ല. പലപ്പോഴും വാതിലടച്ചിട്ട് ശബ്ദം പുറത്ത് കേൾക്കാതെ കരയുമ്പോൾ എൻ്റെ സൃഷ്ടാവ് എന്നോട് പറയും, കുഞ്ഞെ, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ലോകത്തിൽ ബലഹീനമായവയെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ വചനമാണ്. അതിലൊരു മാറ്റവും ഉണ്ടാകില്ല. ഏത് പുസ്തകത്തിലെ ഏത് വചനവും എന്നൊന്നും എനിക്കറിയില്ല, കാരണം എനിക്ക് എഴുത്തും വായനയും ഒന്നും അറിയത്തില്ലല്ലോ. എങ്കിലും എൻ്റെ സൃഷ്ടാവ് എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ സങ്കടമൊക്കെ മാറി കേട്ടോ. എൻ്റെ യജമാനൻ്റെ വിശ്വസ്തനായ സന്തത സഹചാരിയായി ഞാൻ ജീവിച്ചു വരവേ അദ്ദേഹം എന്നെയും കൂട്ടി ഒരു യാത്ര പോയി. ആ യാത്ര അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. എന്നാൽ അദ്ദേഹത്തെ വിളിക്കാൻ വന്നവരെ കണ്ടിട്ട് ഏതോ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പ്രഭുക്കന്മാരാണെന്ന് മനസ്സിലായി. സാധാരണയായി പ്രാർത്ഥനയ്ക്കും ആലോചനകൾ കേൾക്കാനുമൊക്കെ ആളുകൾ യജമാനൻ്റെ അടുത്തേക്കാണ് വരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നു. തീർച്ചയായും കൊട്ടാരത്തിലേക്ക് ആയിരിക്കും.
ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു കൊട്ടാരത്തിൽ പോയി താമസിച്ച് അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണണമെന്നത്. അവിടുത്തെ പടയാളികൾ ഓടിച്ചില്ലെങ്കിൽ ആ കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിന്നൊരു സെൽഫി എടുത്ത് കൂട്ടുകാരെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം. ചിലപ്പോൾ ഇതായിരിക്കുമോ എൻ്റെ സൃഷ്ടാവ് പറഞ്ഞ വലിയ കാര്യം. പെട്ടെന്നത് മുന്നിലൊരു തടസ്സം. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഭയം കൊണ്ട് എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോയി. കൈകാലുകൾ തളരുന്നത് പോലെ തോന്നി. യജമാനനോട് വിശ്വസ്തതയും ആത്മാർത്ഥതയും ഉള്ളതിനാൽ അദ്ദേഹത്തിന് ആപത്തൊന്നും വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഴി മാറിപ്പോകാൻ ശ്രമിച്ചു. നിങ്ങൾക്കറിയാമോ, 3 പ്രാവശ്യമാണ് ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഗൺമാൻ അടിക്കുന്ന പോലല്ലയോ വടി കൊണ്ട് അവരെന്നെ അടിച്ചത്. ഭയവും വേദനയും കൊണ്ട് ഞാൻ ആകെ തളർന്നു. എൻ്റെ യജമാനൻ ഒരു ദൈവപുരുഷനായിട്ട് കൂടി മുൻപിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന യഹോവയുടെ ദൂതനെ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ആശ്ചര്യപ്പെട്ടു. അവിടെ ഒരു വലിയ കാര്യം സംഭവിച്ചു കേട്ടോ. അന്നുവരെ ഞാൻ പറയുന്നതൊന്നും എൻ്റെ യജമാനന് മനസ്സിലാകത്തില്ലായിരുന്നു. എന്നാൽ അവിടെ വെച്ച് യജമാനൻ സംസാരിക്കുന്നത് പോലെ എനിക്ക് അദ്ദേഹത്തോടെ സംസാരിപ്പാൻ ഇടയായി. എൻ്റെ നിരപരാധിത്വം അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. ദൂതൻ അദ്ദേഹത്തോട് ഞാൻ വഴിയിൽ നിന്ന് മാറിപ്പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞിട്ട് എന്നെ ജീവനോടെ രക്ഷിക്കുമായിരുന്നു എന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ കണ്ടോ എൻ്റെ തലയിലെ രോമമൊക്കെ എഴുന്നു നിൽക്കുന്നത്. എനിക്കിപ്പോൾ വലിയ സങ്കടമൊന്നും തോന്നാറില്ല കേട്ടോ. എൻ്റെ യജമാനൻ്റെ കാലശേഷം ഞാൻ ആ ദേശം വിട്ടു. കാടും മലയും കുന്നുകളും ഒക്കെ താണ്ടി ഫലഭൂയിഷ്ടമായൊരു ദേശത്ത് വന്നു പാർത്തു. നിങ്ങൾ ഓർക്കും ഞാൻ എങ്ങനെ ഇത്രയും ദൂരം നടന്നുവെന്ന്. ദൈവദൂതൻ്റെ മുഖം കണ്ടതിൽ പിന്നെ എനിക്ക് ഒരു ക്ഷീണവുമില്ലെന്നേ. ഗോതമ്പ് വയലുകളും അത്തിവൃക്ഷങ്ങളും ഒലിവ് വൃക്ഷങ്ങളും നദികളും ഒക്കെയുള്ളൊരു ദേശം എനിക്കിഷ്ടപ്പെട്ടു. അവിടെ ഞങ്ങളുടെ കൂട്ടർ ധാരാളമായി ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ഒരു സുന്ദരിയെ ഞാൻ ഇണയായി അങ്ങെടുത്തു. ഞങ്ങൾക്കൊരു പുത്രൻ ജനിച്ചു. ഞങ്ങൾ അവനെ ഓമനിച്ച് വളർത്തി. അവനെ കൊണ്ട് ജോലി ചെയ്യിക്കുകയോ ആരും അവൻ്റെ മേൽ കയറുവാനോ ഞങ്ങൾ സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവനെ കാണാനില്ല. ഒരു സുഹൃത്ത് പറഞ്ഞു 2 പേർ വന്ന് അവനെ അഴിച്ചുകൊണ്ട് പോയി എന്ന്. അവനെ കൊണ്ടുപോയ ദിശ നോക്കി ഞങ്ങൾ ഓടി. കുറെ ചെന്നപ്പോൾ വലിയ ആരവം കേൾക്കാം. ഏതോ ഘോഷയാത്രയോ മറ്റോ ആണെന്ന് തോന്നി. വഴിയരിയിലൊക്കെ വലിയ ആൾക്കൂട്ടം. ഏതോ രാജാവിനെ എതിരേൽക്കുകയാണെന്ന് തോന്നി. അതേ, സംശയമില്ല, രാജാവ് തന്നെ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് അവർ ആർക്കുന്നത്. രാജാവിനെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ ഞാൻ ജനത്തിൻ്റെ ഇടയിൽ കൂടി തിങ്ങി ഞെരുങ്ങി ചെന്നപ്പോൾ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതാ ഞങ്ങളുടെ ഓമനപുത്രൻ രാജാവിനെ തൻ്റെ പുത്രൻ പുറത്ത് കയറ്റിക്കൊണ്ടുവരുന്നു. ആളുകൾ അവരുടെ വസ്ത്രമൊക്കെ വഴിയിൽ വിരിക്കുന്നു. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അന്ന് യജമാനനോട് സംസാരിപ്പാൻ എൻ്റെ വായെ തുറന്നതുപോലെ ഇപ്പോൾ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയുമായിരുന്നു, ഇതാ ലോകരക്ഷിതാവായ ദൈവപുത്രനായ യേശു ക്രിസ്തു എൻ്റെ പുത്രൻ്റെ പുറത്ത് കയറി യെരൂശലേമിൻ്റെ തെരുവിലൂടെ ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? കഴുത എന്ന് പുച്ഛത്തോടെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണേ, എൻ്റെ സൃഷ്ടാവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്നേ. ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ ഒരു ഭാവന അവതരിപ്പിച്ച ജയാൻഡിക്ക് നന്ദി. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. അതിനുവേണ്ടി എൽഹാനെ ക്ഷണിക്കുന്നു. അറിയാതെ അറിയാതെ പാപത്തിൻ വഴി തേടി നിന്നിൽ നിന്നും മേരെ മാറി
ആരോരുമില്ലാതെ ഗതിയില്ലാതെ നീ മാത്രമാണിന്നൻ ചാരേ കനലാഴിയിൽ ഇരുൾമേഘത്തിൽ തണലാകുവാൻ എന്നരികിൽ നീ ഒരു പൊൻവിരൽകളാ ആശ്വാസമായി നീ മാത്രമേ എന്നെ കാത്തിടേണം നീ വീഴാതെ വഴി കാട്ടിടേണം നീ എന്നെന്നും പാപലോകത്തിൽ നീ നെരിയാതെ എന്നെ ചേർത്തിടേണം തിരുമാർവോളം ലോകത്തിൻ മോഹം തേടി പോകുന്നവരെ എരിയുന്ന തീയിൽ നിന്നും കോരിയെടുപ്പാൻ ലോകത്തിൻ മോഹം തേടി പോകുന്നവരെ എരിയുന്ന തീയിൽ നിന്നും കോരിയെടുപ്പാൻ എന്നെ കഴുകിത്തരാൻ തിരുരക്തത്താൽ ലേവലേശകറയില്ലെനി ലോകമാകവേ വെറുത്താരും എനിക്കേതുമേ നവയൽനനി എന്നെ കാത്തിടേണം നീ വീഴാതെ വഴി കാട്ടിടേണം നീ എന്നെന്നും പാപലോകത്തിൽ നിന്നെരിയാതെ എന്നെ ചേർത്തിടേണം തിരുമാർവോളം എന്നെ കാത്തിടേണം നീ വീഴാതെ വഴി കാട്ടിടേണം നീ എന്നെന്നും പാപലോകത്തിൽ നെരിയാതെ എന്നെ ചേർത്തിടേണം തിരുമാർവോളം. നല്ലൊരു പാട്ടാണ് നമ്മുടെ എൽഹാൻ ഇവിടെ അവതരിപ്പിച്ചത്. ഇനി അടുത്തതായിട്ട് ഒരു കഥ പറയാൻ വേണ്ടി അഷറിനെ ക്ഷണിക്കുന്നു. ഇന്ന് ഞാനിവിടെ പറയാൻ പോണത് നല്ല ശമരിയക്കാരൻ്റെ കഥയാണ്. ഒരിക്കൽ ഒരാൾ യെരുശലേമിൽ നിന്ന് യഹൂദിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അതിലൂടെ കുറേ കള്ളന്മാർ വന്ന് അവനെ അടിച്ചു മുറിവേൽപ്പിച്ച് അവൻ്റെ കയ്യിലിരുന്ന പണവും വസ്ത്രവും എല്ലാം എടുത്തുകൊണ്ട് പോയി. അതിലൂടെ ഒരാൾ വന്നു. അത് മതഗുരുവായിരുന്നു. മതഗുരു വന്ന് ഇവൻ ആര്, ഇവനെ സഹായിച്ച എനിക്കെന്താ ഗുണമെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. അപ്പോഴാണ് അതിലൂടെ വേറൊരാൾ വന്നത്. ഒരു ലേവ്യക്കാരനായിരുന്നു. ലേവ്യക്കാരൻ വന്ന് ഇവൻ ഞങ്ങളുടെ പരിചയത്തിലുള്ളതല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അത് തന്നെയല്ല, ഞാൻ ഇട്ടിരിക്കുന്ന വെള്ള വസ്ത്രവുമാണ്, അത് ചീത്തയാവുമെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. അപ്പോഴാണ് ഞങ്ങളുടെ കഥയിലെ നായകൻ വന്നത്, നല്ല ശമരിയക്കാരൻ വന്ന് കഴുതപ്പുറത്തു നിന്നിറങ്ങി അവന് വെള്ളം കുടിക്കാൻ കൊടുത്ത് അവൻ്റെ ദേഹത്തെ മുറിവുകൾ കഴുകി അവനെ കഴുതപ്പുറത്ത് കയറ്റി അടുത്തുള്ള വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. വൈദ്യരെ ഇവനെ നന്നായി ചികിത്സിക്കണം, ഇവന് പൂർണ്ണമാകുന്നവരെ ഇവനെ ചികിത്സിക്കണം എന്ന് പറഞ്ഞു. ഇതിന് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. നല്ല ശമരിയനെ പോലെ മറ്റുള്ളവരെ ഞങ്ങൾ സഹായിക്കണം. ഞങ്ങളുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ അവരെയും സഹായിക്കണം. നന്ദി. നല്ലൊരു കഥയാണ് നമ്മുടെ അഷർ ഇവിടെ വെച്ച് അവതരിപ്പിച്ചത്. നല്ല ശമരിയക്കാരനെ കുറിച്ചുള്ളൊരു കഥയാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആ ഒരു തീമിലാണ് ഈ ഒരു കഥ പറയുന്നത്.
വേറെ ആരും ആ ഒരാളെ സഹായിച്ചില്ലെങ്കിലും ആ ഒരു നല്ല ശമരിയക്കാരൻ ആ ഒരു മനുഷ്യനെ സഹായിച്ചു. ഇനി അടുത്തതായിട്ട് ഷോണിൻ്റെ ഒരു ബൈബിൾ ക്യൂസാണ്. ഷോണിൻ്റെ ക്യൂസിന് ഞാൻ ഇന്നിവിടെ ചെറിയൊരു ബൈബിൾ ക്വിസാണ് അവതരിപ്പിക്കുന്നത്. ഞാനാണെങ്കിൽ ബൈബിളുമായിട്ട് സംബന്ധിച്ച് വേണോ അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് സംബന്ധിച്ച് വേണോ അത് നിങ്ങൾ പറയുക. ബൈബിൾ മതിയോ? രണ്ടും അതൊരു 20 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ബൈബിളിൽ നിന്നാണേ. ഇസഹാക്കിൻ്റെ അപ്പൻ്റെ പേര്? കേട്ടില്ല. ശരി, ആരാദ്യം പറഞ്ഞേ? എൽഹാൻ. സമ്പന്നരായവർ യഹോവയ്ക്ക് അർപ്പിക്കേണ്ട യാഗം ഏതാണ്? അല്ല അല്ലല്ല, അറിയത്തില്ല ആർക്കും? അല്ലല്ല, കാള. സമ്പന്നരായവർ യഹോവയ്ക്ക് അർപ്പിക്കേണ്ട യാഗം ഏതാണ്? മൺകുടം വിലക്കു വാങ്ങിയ പ്രവാചകൻ? ആൻസർ പറയുകയാണേ, ഇരമ്യാവ്. സത്യവേദ പുസ്തകത്തിലെ ആകെ അധ്യായങ്ങൾ എത്ര? അല്ല, അധ്യായങ്ങൾ. അധ്യായങ്ങൾ. കറക്റ്റാ. ജോഷിൻ്റെ അമ്മ. പൗലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ചെറിയവൻ. യഹോവയുടെ പെട്ടകം എത്ര മാസം ഫലിസ്ത്യ ദേശത്തുണ്ടായിരുന്നു? അല്ല, 7 മാസം. അടുത്ത ക്വസ്റ്റ്യൻ. ബോവസിന് രൂത്തിൽ ജനിച്ച മകൻ ആര്? ആരാ പറഞ്ഞേ? ജോഷ്. മറിയയുടെ ഭർത്താവായ യോസേഫിൻ്റെ പിതാവാര്? ക്വസ്റ്റ്യൻ ഇപ്പൊ പറഞ്ഞേ. അറിയാവോ? കറക്റ്റ്. യോസഫല്ല, യാക്കോബാണ്. ആരാ പറഞ്ഞേ? ഓമനേൻ്റെ ആണോ? മനുഷ്യരുടെ വെളിച്ചം ആയിരുന്നത് എന്താണ്? മനുഷ്യരുടെ വെളിച്ചം ആയിരുന്നത് എന്തായിരുന്നു? എന്താണ്? മനുഷ്യരുടെ വെളിച്ചമായിരുന്നത് എന്താണ്? അല്ല. അല്ലല്ല, അതൊന്നും അല്ല. ജീവൻ.
ഏതു മാസമാണ് ഇസ്രയേൽ ജനം പുറപ്പെട്ടു വന്നത്? അബീബ് മാസം. ആരും പറഞ്ഞേ? എനിക്കൊന്ന് ശൈനിയാൻ്റെ തോന്നുന്നു ആദ്യം പറഞ്ഞത്. ഏദോം എന്ന അറിയപ്പെടുന്നത് ആരാണ്? കറക്റ്റ്. രായമുച്ചാരങ്ങളാണ്. ശൗലും അവൻ്റെ മകനായ യോനാഥാനും മരിച്ചത് എവിടെ വെച്ച്? കറക്റ്റ്. ആരായിരുന്നു ആദ്യം പറഞ്ഞായിരുന്നു? ഓക്കെ, ബൈബിളിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സ്പോർട്സുമായിട്ട് സംബന്ധിച്ചുള്ളതാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന 5ാമത്തെ ഇന്ത്യൻ ഷൂട്ടർ ആരാണ്? അല്ല. കറക്റ്റാ, മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏതാണ്? അല്ല, കറക്റ്റ്. ഓക്കെ. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആര്? സിമ്പിളാണ്, PT ഉഷ. കറക്റ്റാണ്. ആദ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പ് നടന്ന വർഷം? അല്ലല്ല. കറക്റ്റാണ്, 1925. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത്? അറിയാറ്. ഓക്കെ. ആരാ പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. എല്ലാവരും കൂടെ ആർക്കും മാർഗില്ല. ബ്രസീലിൻ്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ആണ്. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ജനറൽ നോളജ്. 2024 കോപ്പ അമേരിക്കയിൽ എത്ര ടീമുകളാണ് പങ്കെടുക്കുന്നത്? ആരാ പറഞ്ഞേ? പറഞ്ഞേ? അല്ല, 16 എന്നല്ലേ പറഞ്ഞേ? അന്ന് ക്വസ്റ്റ്യനും ക്യാൻസൽ ആയിട്ടുണ്ട്. ഉറക്കപ്പറടാ, കേൾക്കത്തില്ലടാ, ഉറക്കപ്പറ. ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏതാണ്? കറക്റ്റാണ്, സന്തോഷ് ട്രോഫി. രായങ്കുച്ചാനങ്ങളാണത് പറഞ്ഞത്. ദേശീയ കായിക ദിനം എന്നാണ്? ഹോക്കിയോ? ദേശീയ കായിക ദിനം എന്നാണ്? ദിനം. അല്ല. ആർക്കും അറിയത്തില്ലല്ലോ. ഓഗസ്റ്റ് 29. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എത്ര വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്? 4. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നതാരാണ്? സോണിയങ്ങളാണത് പറഞ്ഞിരിക്കുന്നത്. ധ്യാൻചന്ദാണ്. ഇൻ്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ്റെ ഭായിയായ മുൻ ഇന്ത്യൻ ബോക്സിംഗ് താരം ആരാണ്? മേരി കോമാണ്. സോണിയങ്ങളാണ് ആദ്യം പറഞ്ഞത്. അപ്പം കഴിഞ്ഞിരിക്കുന്നു നിൽക്കുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. നല്ല അടിപൊളി ബൈബിൾ ക്വിസ് ഷോൺ നടത്തിയത്. ഷോണിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്തതായിട്ട് ജോവാനയുടെ ഒരു പാട്ട് കേൾക്കാം. Above all powers
above all nature and all created things, above all wisdom and all the ways of man. You were here before the world began. Above all kingdoms, above all thrones, above all wonders the world has ever known, above all wealth and treasures of the earth, there's no way to measure what you're worth. Crucified, laid behind the stone, you lived to die, rejected and alone like a rose, trampled on the ground. You took the fall and thought of me above all. Above all powers, above all kings, above all nature and all created things, above all wisdom and all the ways of man. എരിശിലേ എരിശിലേ വേഗം വേഗം ഇരുന്നോ. എരിശിലേം എരിഹോ എരിഹോ എരിശിലേം എരിശിലേം എരിഹോ എരിശിലേം. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. എരിഹോ എരിശിലേം എരിശിലേം. ആ കൈ താക്കുന്നുണ്ട്, പലരും ഉണ്ട് കേട്ടോ. വൻപിച്ച മത്സരമാണ് നടക്കുന്നത്. എനിക്കറിയാം മിക്കവാറും സമ്മാനങ്ങളുടെ നില ഞാൻ മിക്കവാറും ലഡു നാളെ ആക്കേണ്ടി വരും. എരിഹോ എരിശിലേം എരിശിലേം. ആ ഇരുന്നോളൂ, ആള് കുറയുന്നുണ്ട്. എരിശിലേം. ആ ആ ആള് കുറയുന്നുണ്ട് കേട്ടോ, രക്ഷപ്പെടുന്നുണ്ട് ഞാൻ. എരിഹോ എരിശിലേം എരിഹോ എരിശിലേം എരിശിലേം. ആ വേഗം ഇരുന്നു. എരിശിലേം ആളിനിയും 1 2 3 4 5 6 7 8 9. ഈ പിള്ളേരെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. എരിഹോ എരിശിലേം എരിഹോ എരിശിലേം എരിശിലേം എരിഹോ എരിഹോ എരിശിലേം എരിഹോ എരിശിലേം എരിശിലേം. ഇവിടെ സൈബാൻ തെറ്റിച്ചിട്ടുണ്ട്. എരിഹോ എരിശിലേം എരിഹോ എരിശിലേം എരിശിലേം. ആ ആള്. ഇനിയും ബാക്കിയുള്ളവരെല്ലാം ഫ്രണ്ടിലോട്ട് വരാമോ? നിങ്ങൾക്ക് വൻപിച്ച സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. ബാ. ഇനിയും ഓഡിയൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. വാ ഓടിയോ. ദിയ ഓടിയോ. ദിയയ്ക്കായിരിക്കും എനിക്ക് സമ്മാനം കിട്ടാൻ പോകുന്നത്, പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ചിന്തിക്കണം, ഇത്രയും പേരിൽ നിന്ന് ജയിച്ച് നിൽക്കുകയാണ് ഇവർ. ചിലപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഞാൻ സമ്മാനം കൊടുത്താലോ, പറയാൻ പറ്റത്തില്ല. ഇനിയും ഇവർ തെറ്റിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, റെഡിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം 1 2 3 4 5 6 7 9 പേർക്ക് ഞാൻ അടുത്ത സമ്മാനം. ആ പേര് നോട്ട് ചെയ്തേക്കണം. ആരാ നോട്ട് ചെയ്തത്? പേപ്പർ ആക്കില്ല കേട്ടോ. ക്യാമറ നോട്ട് ചെയ്തേക്കണം. ആരൊക്കെയാണ്? ബെൻസിലാണ്, ജയന്തിയാണ്, ദേശീയാണ്, നെല്ലേക്കണം, നീയാണല്ലോ. ആരും മിസ്സായല്ലോ.
ഇതിന്റെ സമ്മാനം ഓരോ കാണുന്ന എല്ലാവർക്കും ലഡു തരുന്നതായിരിക്കും. വളരെ നല്ല രീതിയിൽ നമ്മുടെ യൂത്ത് മീറ്റിംഗ് നമ്മളോട് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ സഭയുടെ സെക്രട്ടറി യൂത്ത് മീറ്റിംഗ് കോർഡിനേറ്റർ ആലോചിച്ച് പിള്ളേരെല്ലാം വിളിച്ച് ശനിയായ സെക്കൻഡ് സാറ്റർഡേകളിലൊക്കെ ഇത്രയും പേര് ദൈവം സഹായിച്ച പല സഭകളിലെയും മെമ്പേഴ്സാണ്. ഏകദേശം ഇത്ര പേര് പല ചർച്ചകളോടും ഇതാണ് നമ്മുടെ യൂത്ത് മീറ്റിംഗിൽ ഇത്രയും പേർക്ക് പങ്കെടുക്കുക വളരെ ഉത്സാഹത്തോടെ നിങ്ങൾ കടന്നു വരുന്നതെന്ന് പ്രത്യേകം സൂചിക്കുന്നു. നമ്മുടെ പല കുഞ്ഞുങ്ങളും ഇവിടെ അധ്യക്ഷനായിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ തോന്നുന്നു നിങ്ങളൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ എത്തുമ്പോൾ നമ്മുടെ വൈകിട്ടൊക്കെ അധ്യക്ഷനാകാത്ത രീതിയിൽ നിങ്ങൾ പ്രത്യേകം സൂചിക്കുകയാണ്. നമ്മുടെ സഭ കുഞ്ഞുങ്ങളുടെ വളർച്ച, അതായത് നാളത്തെ നമ്മുടെ സഭയുടെ ഭാവിയും കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരിക്കലും കുഞ്ഞുങ്ങളെയല്ല, ഇത് നിങ്ങളെ കൂടുതൽ പരിശീലിപ്പിക്കുക, അതുപോലെ നിങ്ങളെ പൊതുസമൂഹത്തിനുള്ളിൽ ലജ്ജയില്ലാതെ ഭയമില്ലാതെ നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ദൈവസ്ഥമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി യോജിച്ചാലും പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അതുപോലെ നിങ്ങൾ നടന്ന എല്ലാ പ്രോഗ്രാമുകളും നല്ല നിങ്ങളുടെ ഭാവി പോലെ സ്കൂളുകൾ മാത്രമല്ല നിങ്ങൾ ചർച്ചകൾ നിങ്ങൾ വളരെ രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ദൈവം സ്തുതിക്കുന്നു. പിന്നെ എന്നോട് 2 മിനിറ്റ് 5 മിനിറ്റ് പറഞ്ഞെങ്കിൽ സമയത്തിൻ്റെ കൊണ്ട് ഞാൻ രീതിയില്ല. പ്രിയ ദേവദാസൻ കടന്നുണ്ട്. നിങ്ങൾ ഇനി വരുന്ന നാളുകളിൽ വളരെ വിശ്വസ്തയോടെ ഈ യൂത്ത് മീറ്റിങ്ങിനോട് വരികയും അതുപോലെ ദൈവസഭയുടെ വൈകിട്ട് പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണിക്കുന്ന എല്ലാ നല്ല നല്ല ദാനങ്ങൾക്കായി ഞാൻ നന്ദി സൂചിക്കുകയാണ്. വൈകിട്ട് പ്രോഗ്രാമൊന്നും ഇവിടെ ആരും ചെയ്യരുത്. അത് ഇടയ്ക്ക് യോജിച്ച് നിങ്ങൾ അനുസരിച്ചാണ് കേട്ടോ. നമ്മുടെ നിങ്ങൾ വൈകിട്ട് പ്രോഗ്രാം ചെയ്യുന്നതല്ല, നിങ്ങൾ പ്രസംഗിക്കാൻ നാളെ വീണ്ടും ആവർത്തന ദിവസം വരാനൊക്കെ വേണ്ടി വ്യത്യസ്തമായി പ്രോഗ്രാമാണ്. പ്രശ്നത്തിന്റെ വിഷയം നിങ്ങൾ കണ്ടെത്തി എല്ലാവരും ഓരോ പ്രോഗ്രാം അടുത്ത യൂത്ത് മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ ചെയ്യാവുന്ന രീതിയിൽ പ്രിപ്പയർ ആവുക. സെയിം കോപ്പി അടിക്കാതെ പ്രിപ്പയർ ആയി 1-3 പ്രോഗ്രാംസ് നിങ്ങളുടെ കസ്റ്റഡിയിലാണ്. കസ്റ്റഡി വിഷയമുണ്ട്. വളരെ വളരെ വ്യത്യസ്തത നമുക്ക് കാണാം. ഷോണൊക്കെ വളരെ നല്ല രീതിയിലാണ് ഇവിടെ അധ്യക്ഷനായിട്ട് കാണാൻ പറ്റുന്നത്. ഈ പേരൊക്കെ ഇത്ര വളർന്ന് വളരെ ഇത്ര പൊതുസമൂഹത്തിൽ നിൽക്കാനൊക്കെ എല്ലാവരും പേരടിച്ചാണ്. അതുപോലെ ഓരോ കുഞ്ഞുങ്ങളും വളരെ വ്യത്യസ്ത കുഞ്ഞുങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ പലരും എന്നോട് പറഞ്ഞു നിങ്ങളുടെ സഭയിൽ നടത്തുന്ന പ്രോഗ്രാം ഞങ്ങൾ വന്നോട്ടെ എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ സഭ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി മാത്രമല്ല, അവരെ കൂടുതൽ നിങ്ങളുടെ സ്കൂളിൽ പോയി നിങ്ങൾക്കറിയാം ഇത്ര നിങ്ങൾ എനർജറ്റിക്കായിട്ട് ഇവിടെ ഇത്ര പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം തരുമ്പോഴോ പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോഴോ ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ കാര്യത്തിൽ വരുമ്പോൾ പൊതുസമൂഹത്തിൽ നിൽക്കാനൊരു ഭയം കൂടാതെ ഏറ്റവും വലിയ മനുഷ്യൻ പേടിക്കുന്ന സംഭവം നിങ്ങൾക്കറിയാം. ഫ്രണ്ടിൽ നിങ്ങൾക്ക് ആരും ചെയ്യുന്നില്ല എന്ന് ആരും കൊല്ലത്തില്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ മനസ്സിലൊരു ഭയം, എന്തിനും നമ്മൾ ഭയപ്പെടും. ഒന്ന് പൊതുസമൂഹത്തെ നമ്മൾ ഫേസ് ചെയ്യാൻ ഭയപ്പെടും. ആ ഭയം നാളെ കിട്ടി കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞാണ് ഇംഗ്ലീഷ് അയാളുടെ വേളിക്കൂടെ ഓർപ്പിട്ട് കഴിഞ്ഞാൽ ഭയമില്ലെങ്കിൽ വേണം നടന്ന് പുറത്ത് പോവാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് നടത്താൻ പറ്റാത്തത് നമുക്കൊരു ഭയം, വീഴുന്ന ഭയം. ആ ഭയത്തെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയും. ഇനിയുള്ള ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഇനി പല ഇന്റർവ്യൂസ് വരുന്നു, പല സ്കൂളിൽ പല വിഷയങ്ങൾ അതിനൊക്കെ നിങ്ങൾക്ക് ഭയമില്ലാതെ നിൽക്കുക. അതിന് ദൈവസഭയൊരിക്കലും ഒരു കുഞ്ഞിനെ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാവി ഓർത്തവർ മാത്രമാണ്. പ്രിയ യുവജന കാര്യങ്ങൾ പ്രത്യേകിച്ച് യൂത്ത് മീറ്റിംഗിന്റെ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നാളുകൾ ഇനി വളരെ ശക്തമായി ഈ സഭ നഗരത്തിൽ പുറത്തു പോകും കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ മീറ്റിംഗ് കണ്ടുകൊണ്ട് പുറത്തുനിന്നുള്ള കുഞ്ഞുങ്ങൾ വന്നിപ്പോൾ അത് എനിക്ക് ഞങ്ങളെല്ലാ ശനിയാഴ്ചയും അവിടെ ഈ മീറ്റിംഗ് ഒരു വീട്ടിൽ നടക്കും. സഭയിൽ നടത്തുന്നതല്ല സെക്കൻഡ് സാലറി. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ 7 to 8 വരെ എല്ലാ ശനിയാഴ്ച വീട്ടിലാണ് നടത്തുന്നത്.
അവിടെ ഏകദേശം ഒരു 85 പേര്, സൗദിയിൽ 45 പേര് വരുന്നുള്ളൂ. പക്ഷേ 80 പേര് കാരണം ഒട്ടോമിൽ നിന്നുള്ള ഒരു 40 പേരോളം അവിടെ വന്ന് ഞങ്ങൾ മത്സരങ്ങൾ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾ ട്രാൻസ്ഫർ ആയപ്പോൾ ഒരു 30 പേരോളം ഒട്ടോമിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കലകളിൽ സഭയിലേക്ക് വന്നു കൂടുതലായിട്ട്. അത് ബന്ധമായിരുന്നു. അതുപോലെ ഈ ചുറ്റുപാടിൽ നിന്നും നിങ്ങൾ കുഞ്ഞുങ്ങളോട് മക്കളോട് പറഞ്ഞ് ഇവിടെ വന്ന് യൂത്ത് പങ്കെടുക്കും. ഒരിക്കലും ബന്ധുക്കോസ് ചേർക്കുക എന്നുള്ള ലക്ഷ്യമല്ല. അവരുടെ ഭാവിക്കും അതുപോലെ നമുക്കും തീർച്ചയായിട്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ജോലിച്ച് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മക്കളുടെ പുറത്തുള്ള കുഞ്ഞുങ്ങളോട് നമുക്ക് വിജയമായിരിക്കുക. എല്ലാവരും താങ്ക് യു. ഞാൻ ഇന്നലെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചൊരു കാര്യമാണ് ഊത്തുമേടിക്കുന്ന സമയമാണ് മഴ പെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കൂടി വരുന്നതിന് സഹായിച്ചത്. ഇന്നലെ 4 മണിക്ക് പെയ്ത മഴയൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പർ മഴയിലായിരുന്നു. ഇന്ന് 4 മണിക്ക് പെയ്യുന്നത് എത്ര പേരുണ്ടായിരുന്നു? ദൈവം വലിയ ദൈവമാണ്. നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ നിൽക്കുന്നത്. സൺഡേ സ്കൂളിനിടയിൽ നടന്നൊരു കാര്യത്തിന് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റ് മുതിർന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നവരെ ഞാൻ ചോദിച്ചു, ശരിക്കും ഈ സ്വർഗവും നരകമൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. വളരെ എല്ലാവരും നമ്മളോട് ചോദിച്ചാൽ പറയുന്നത് ഉണ്ടെന്ന് പറയും. ഞാൻ ചോദിച്ചു, നീ ശരിക്കും ആൻസർ പറഞ്ഞു, ശരിക്കും ആലോചിച്ചിട്ട് നിന്റെ മനസ്സിലേക്ക് പോലും അങ്ങനെ തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതൊക്കെ ഉണ്ടോ എന്നുള്ളത്. ശരിക്കും ആ തോന്നല് തെറ്റാണ്. അതിന് തോന്നണ്ടേ എന്ന് പറഞ്ഞു. നമുക്കങ്ങനെ തോന്നണ്ടേ? ഇതുള്ളതാണോ ഇല്ലാത്തതാണോ നമ്മളോട് ഒരാൾ പറഞ്ഞ് വിശ്വസിക്കുന്നത് അത് അത്ര ശരിയായ ഒരു കാര്യമല്ല അല്ലേ? അപ്പൊ ഞാൻ ഒരിക്കലും അതിനെ കുറ്റം പറയത്തില്ല. ഇല്ല ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടെങ്കിലേ എന്ന് ചോദിച്ചതിനെ ഞാൻ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. കാരണം ആ തോന്നൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തോന്നേണ്ട ഒരു കാര്യമാണ് അല്ലേ? നമുക്ക് ബുദ്ധിയും ആരോഗ്യവും ഒക്കെ ഉള്ള എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന്. അപ്പൊ ഞാൻ വളരെ വേഗത്തിൽ അവരോട് ചോദിച്ചു, മോനെ ഈ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യമല്ലേ അല്ലേ? അക്സജിരിക്കുന്നു ഓരോ ക്ലാസ്സിലായിരുന്നു തോന്നല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ലേ? ബുധനും ശുക്രനും വ്യാഴവും ഒക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിനകത്ത് ഒരു പ്ലാനറ്റിന്റെ കാര്യം ഞാൻ ചോദിച്ചു. വീനസ് എന്ന് പറഞ്ഞൊരു പ്ലാനറ്റ് ഉണ്ട് അല്ലേ? വീനസ്, അതിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്നറിയോ? അതിന്റെ ടെമ്പറേച്ചർ ഏതാണ്ട് ഒരു 400 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഉള്ളതാണ് ഉറപ്പാണ് അല്ലെ? അപ്പൊ ഇതിനെ സൃഷ്ടിച്ച ദൈവത്തിന് ഇവിടെ തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നരകവും നല്ലത് ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരു സ്വർഗവും സൃഷ്ടിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, അങ്ങനെ വീനസ് ആണോ നരകം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീനസ് അല്ല നരകം. പക്ഷെ ഞങ്ങളൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എത്രയോ വലിയ വലിയ കാര്യങ്ങളെ നമുക്ക് ഒറ്റ വാക്കിനാൽ സൃഷ്ടിച്ചതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഒറ്റ വാക്കിനാലാണ് ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാം. അപ്പം ഇതൊക്കെ സൃഷ്ടിച്ചൊരു ദൈവത്തിന് ഒരു സ്വർഗമോ ഒരു നരകമോ സൃഷ്ടിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെങ്കില് നമ്മളിതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ദൈവമുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയേണ്ടത്? ദൈവം ഉണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ ബൈബിളിൽ അനേക അത്ഭുതങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ? ഇപ്പൊ യോനയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്ക് അത് സത്യമാണെന്ന് ചിന്തിക്കാൻ പറ്റും? ശരിക്കും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കുന്നൊരു കാര്യമാണോ? ഒന്ന് ശരിക്കും ആലോചിച്ച്, യോനയുടെ ആ അത്ഭുതം നടക്കുന്നതാണോ? ഒരു മത്സ്യത്തിന്റെ വയറ്റില് 3 ദിവസം താമസിക്കുക നടക്കുന്ന കാര്യമാണോ? അല്ല. അതുപോലെ തന്നെ ചെങ്കടലിനെ 2ആയിട്ട് വിഭാഗിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മാനുഷിക ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ചാൽ വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ
ബൈബിളിൽ അനേകം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരുപാട് അത്ഭുതങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ആരെങ്കിലും നീ വിശ്വസിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കുകയാണോ ചെയ്യേണ്ടത്? ആണോ? ഒരിക്കലുമല്ല. പക്ഷെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അവിടെയാണ് നമ്മുടെ പേരൻസ് എന്ന് പറയുന്ന ആ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ പദവിയുടെ മഹത്വം എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആരെയാ? ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആര്? നമ്മളൊക്കെ കുഞ്ഞുങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്? മമ്മി പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. മമ്മിയും പപ്പായും പറയുന്ന കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ യഹോവയായ ദൈവം ചെയ്തു തന്നിട്ടുള്ള വലിയ കാര്യങ്ങളുണ്ട് അല്ലേ. നാളെ എന്താകുമെന്ന് വിചാരിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. അടുത്ത നിമിഷം എങ്ങനെ ഞാൻ അതിജീവിക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യഹോവയായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളെ അവരോട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കിട്ടത്തില്ലേ? ഉറപ്പായിട്ടും ലഭിക്കത്തില്ലേ? അവർ നിങ്ങളെ അവിശ്വസിക്കോ? മമ്മി പറയുന്നത് തെറ്റാണെന്ന് പറയോ? വലിയൊരു പ്രശ്നത്തിന് മുന്നിൽ എന്ത് ചെയ്യുമെന്ന് പേടിച്ചു നിന്ന അവസരത്തില് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നമുക്ക് കാര്യങ്ങളെ സാധിച്ചു തന്നത് അവരിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ പല സംശയങ്ങൾക്കുള്ള മറുപടിയല്ലേ അത് അല്ലേ. നമുക്ക് ചിലപ്പം പല കാര്യങ്ങളിലും നമുക്ക് യോഗ്യത കാണത്തില്ല. നാളെ നമുക്കൊരു +2 അഡ്മിഷൻ വേണം. പക്ഷേ 10ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ലഭ്യമല്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് യഹോവയായ ദൈവം ആ അഡ്മിഷൻ നിനക്ക് തരികയാണെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിക്കും? എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഉറപ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കത്തില്ലേ? ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അവനോട് പ്രാർത്ഥിച്ചാൽ, അവനോട് സത്യസന്ധമായിട്ട് പ്രാർത്ഥിച്ചാൽ ആ ദൈവം എനിക്ക് വേണ്ടി നിൽക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലേ? അല്ലേ? അപ്പം നമ്മുടെ പേരൻസ് നമ്മുടെ ജീവിതത്തിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വന്നിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളുണ്ട്. ദൈവം ജീവിതത്തിൽ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല, ഞാനിങ്ങനെ നോർമലായിട്ടാണ് ജീവിക്കുന്നതെന്ന് അങ്ങനെ ഒരു ചിന്തകൾ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരത്ഭുതമെങ്കിലും, ദൈവത്തിന്റെ ഒരു ഇടപെടലുകളെങ്കിലും കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഏതെങ്കിലും പേരൻസ് ഉണ്ടോ? ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആരും കാണത്തില്ല. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അനുദിന ജീവിതത്തില്, നമ്മുടെ എല്ലാ ദിവസത്തെയും ജീവിതത്തില് ദൈവം നമ്മളിൽ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യത്തെ പറ്റി നമ്മൾ ബോധ്യമുള്ളവരായിരിക്കണം. നിസ്സാരം നമ്മൾ ചിലപ്പം റോഡിൽ ഇറങ്ങി ഒരു ബസ്സിൽ കയറിപ്പോൾ നിൽക്കുകയായിരിക്കും. അവിടെയും ചിലപ്പം ദൈവത്തിന്റെ ഒരു ഇടപെടൽ കാണും അല്ലേ. അതെല്ലാം നമ്മൾ റിയലൈസ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇടപെടലുകളെ നമ്മൾ റിയലൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഒന്നാമതായിട്ട് പേരൻസിനോട് പറയാം. രണ്ടാമതായിട്ട് യഹോവയായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങളെ നമ്മൾ അവരോട് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് സംസാരിക്കണം. ദൈവം ചെയ്തിട്ടുള്ള വിടുതലുകളെ പറ്റി സംസാരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും നടക്കാൻ സാധ്യമല്ലാത്തതാണെന്നോ അസംഭവ്യമാണെന്നോ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനേക പ്രാവശ്യം ദൈവത്തിന്റെ ഇടപെടലുകളെ പറ്റി ഒരുപാട് പ്രാവശ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ വേണം നിങ്ങളുടെ അടുത്ത് ഒരു കഥ പറയാം. എനിക്കൊരു പ്രശ്നമുണ്ട്. എൻ്റെ സ്വന്തം കാര്യം എന്തെങ്കിലും നിങ്ങളോട് പറയുന്നത് ഞാൻ നെർവസാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഞാൻ ഒരു ഇതിനു വേണ്ടി പറയാണ്. നമ്മുടെ എൻ്റെ അസ്മീൻ്റെ ആൻറ്റി, അസ്മീൻ്റെ അറിയോ? ഞാനാണ് മമ്മി അറിയോ? ഇപ്പം പുറത്തു പോകുന്ന വേണ്ടിയുള്ള പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പേപ്പർ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനു മുമ്പ് ചെന്ന് ചോദിച്ചിട്ടുള്ള എല്ലാവരോടും അവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ റിസൈൻ ചെയ്തോളാം, എന്നാലും ഞങ്ങൾ ആ പേപ്പർ തരാമെന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ആ ഒരു ജോലി കളഞ്ഞിട്ട് ആ ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് നടക്കുന്നൊരു കാര്യമില്ല. എന്ത് ചെയ്യും എന്ന് അറിയാൻ മേലാത്തൊരു സിറ്റുവേഷൻ, നമുക്ക് യാതൊരു ഹോപ്പും ഇല്ല. ഇതിനു മുമ്പ് അവർ ചെന്നിട്ടുള്ള സകലരോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം, അങ്ങനെ ഞങ്ങൾ ആ പേപ്പർ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് സിസ്റ്റം വഴി അപ്ലൈ ചെയ്യുന്ന ഒരിതാണ്. നമ്മൾ സിസ്റ്റം വഴി അതിന് അപ്ലൈ ചെയ്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒരു ദിവസം നോക്കിയപ്പോൾ അവർ ആ പേപ്പറിന് അപ്രൂവൽ ചെയ്താണ് നമ്മൾ കാണുന്നത്. എങ്ങനെ സംഭവിച്ചു നമുക്ക് തന്നെ അത്ഭുതമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. അവർ സിഗ്നേച്ചർ ഇട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വെരിഫിക്കേഷൻ ഉണ്ട്.
ഈ വെരിഫിക്കേഷൻ തിരിച്ചു വന്നെടുത്ത് ഞാൻ വിളിച്ച് ചോദിക്കുന്നത് ഇന്ന ഒരാൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ന ഒരു സാഹചര്യം ഉണ്ടോ. അതിനെ വിളിച്ച് തിരിച്ച് അവരുടെ ചോദിക്കുമ്പോഴാണ് അവരറിയുന്നത് അവരാ ചെയ്ത പ്രവർത്തി അവർ ചെയ്തു എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം. അപ്പോഴ് അവരെന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവരത് അപ്രൂവൽ കൊടുത്തു. എന്നിട്ട് അതിനിടയിൽ അവർ സൈഡിൽ അവരൊരു കമന്റ് എഴുതി വെച്ചിരുന്നു, നോ നീഡ്, ഇതിന്റെ ആവശ്യമില്ല, ഈ ഒരു പേപ്പറിന്റെ ആവശ്യമില്ല. പക്ഷെ ആ സമയമായപ്പോഴേക്കും നമുക്ക് ആ പേപ്പർ ലഭിച്ചു കഴിഞ്ഞു. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ദൈവിക ഇടപെടലാണ് അവിടെ നടന്നത്. ഇത്രയും വലിയ കാര്യങ്ങളെ യഹോവയായ ദൈവം നമ്മുടെ പലരുടെയും ജീവിതത്തിൽ അനുനിമിഷം അല്ലെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ചെയ്തു തരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് ദൈവം അംഗീകരിക്കുന്ന തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും തോന്നില്ല ഒരു ദൈവം എന്ന് പറയുന്നതോ അല്ലെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ആശയക്കുഴപ്പം അവരുടെ ഒരിക്കലും ഉണ്ടാകുന്നില്ല. അല്ലേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്ര മാതാപിതാക്കള് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നിട്ട് അവരോട് സംസാരിക്കാറുണ്ട്, നന്നായിട്ട് അവരോട് അടുത്തിരുന്ന് ഒരു കൂട്ടുകാരനെ പോലെ കൂട്ടുകാരിയെ പോലെ സംസാരിക്കുന്ന എത്ര പേരൻസ് ഉണ്ട്. അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങളെ പറ്റി അവരോട് സംസാരിക്കുകയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി അവർ ദൈവത്തിന്റെ സന്നിധിയിൽ എപ്രകാരമായിരിക്കണമെന്നും അവരുടെ ആരാധന എപ്രകാരമായിരിക്കണമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ ഒരു ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന എത്ര പേരൻസ് ഉണ്ട് ഇവിടെ. എന്നാലും പ്രിയ ദൈവങ്ങളെ, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ജീവിതത്തിൽ. എന്നാൽ ഈ തലമുറയെ ഒരിക്കലും നഷ്ടമായി പോവുകയില്ല. നമ്മളിപ്പം അങ്ങനെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന പല പക്ഷികളും പല മീനുകളും ഒന്നും ഇപ്പം വെള്ളത്തിൽ കാണാൻ പറ്റത്തില്ല. അതിന്റെ കാര്യം എന്താണെന്നറിയോ? അതിന്റെയൊക്കെ വംശനാശ ഭീഷണി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്താണത്? അതായത് മുമ്പുണ്ടായിരുന്ന ഒരു സംഭവം, ആ ഒരു ജീവിവർഗം ഇപ്പൊ ഇല്ല. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ജീവിക്കേണ്ടിയിരുന്ന ആ ഒരു ആവാസ വ്യവസ്ഥിതി ഇപ്പൊ ഇല്ല. അത് നഷ്ടപ്പെട്ടു പോയതിന് നിമിത്തമായിട്ട് ആ ഒരു ജീവിവർഗം നശിച്ചുപോയി എന്ന് പറയുന്നത് പോലെ തന്നെ 20 വർഷം കഴിയുമ്പോഴും ഈ ദൈവസഭ ഇവിടെ ഇതുപോലെ നിലനിൽക്കണമെങ്കിലോ ഇതിൽ ഉന്നതിയോടെ നിലനിൽക്കണമെങ്കിലോ എന്ത് നമ്മൾ ചെയ്യണം? ഇവർക്ക് വളർന്നു വരുവാൻ ആവശ്യമായ സാഹചര്യങ്ങളെ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. ഇവർക്ക് ഓരോ ദിവസവും സഭയിൽ വളരുവാൻ, പൊതുജീവിതത്തിൽ വളരുവാൻ, അവരുടെ മേഖലകളിൽ വളർന്നു വരുവാൻ വേണ്ടി ഇവിടെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ മാതാപിതാക്കളുടെ താല്പര്യം കാണിക്കണം. എന്തെങ്കിലും യൂത്തിന്റെ ഒരു പരിപാടി വരുന്ന പിള്ളേരുടെ പരിപാടിയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 10 or 20 വർഷം കഴിയുമ്പോൾ അവർ മാത്രമായിട്ട് തീരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല. അപ്പൊ ആദ്യത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ അല്ലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിരിക്കുന്ന വലിയ കാര്യങ്ങളെ നമ്മുടെ മക്കളുമായിട്ട് ഷെയർ ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്ഭുതങ്ങളൊക്കെ അല്ലെ അടയാളങ്ങളൊക്കെ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ പൊതുസമൂഹത്തിലെ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പോലത്തെ കാര്യങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ആരാധന എന്ന് പറയുന്നതാണ്. അല്ലേ, നമ്മുടെ സഭായോഗത്തിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് കുഞ്ഞുങ്ങൾ മേളിലിരിക്കുന്നവർ കൈയടിക്കുന്നതിന് അത്രയും പോലെ കുഞ്ഞുങ്ങൾ അടിക്കുന്നുണ്ടോ ഏതാണ് കൂടുതലെന്ന് എനിക്ക് അറിയത്തില്ല. രണ്ടും വളരെ എന്താ പറയുക ശോചനീയമായ അവസ്ഥയിലാണ് ഞാൻ കാണുന്നത്. എന്നാലും നിങ്ങളൊരു തീരുമാനമെടുക്കണം. എന്തെങ്കിലും നിങ്ങളുടെ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ വേഗം നോക്കുന്ന അടുത്ത ആളുടെ ഉണ്ടോ? അല്ലെ, അക്സ അടുത്ത ആഴ്ച പാട്ട് പാടാമെന്ന് ചോദിക്കുന്നത് അക്സ വേഗം നോക്കുന്നത് ഡിയുടെ മുമ്പത്തായിരിക്കും. അല്ലെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് ഞാൻ ചെയ്യും, എന്ത് കാര്യമായാലും ഞാൻ ചെയ്യും എന്നുള്ളൊരു ആ ഒരു ഇതിനോട് വരണം. ഇവിടെ ആരാധന എന്ന് പറയുന്നതിനകത്താണ് അത്ഭുതങ്ങളും വിടുതലുകളും നടക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് ആരാധിക്കാൻ താല്പര്യമില്ല. അല്ലെ, അപ്പൊ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഞാൻ ഇന്നലെ എന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാനിപ്പോ അവിടെ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ 2 ദിവസം അവിടെ ചെന്നു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ച നാട്ടിലെല്ലാം നമ്മൾ ആരാധിക്കുന്ന ഒരു സിസ്റ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവരുടെ വീടിന്റെ ഹാള് നിറയെ ആളുകളും അതുപോലെ തന്നെ അവരുടെ സഭയിലെ മുഴുവൻ കുഞ്ഞുങ്ങളും ഞാൻ അവരുടെ ആരാധന കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അത്രയധികം ആത്മാർത്ഥതയോടുകൂടി ദൈവസന്നിധിയിലിരുന്ന് ആരാധിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം നമ്മുടെ ജീവിതത്തില് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലത്തെ പല കാര്യങ്ങളും സംഭവിക്കണമെങ്കിലും ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരാധന എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം. അല്ലേ, അപ്പൊ നമ്മള് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കണം. ദൈവത്തിന്റെ പ്രവർത്തികളെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാനോ വേർപെട്ടു പോകാനോ സാധിക്കത്തില്ല. മാതാപിതാക്കളോടായിട്ട് ഞാൻ പറയുകയാണ്, ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം
പറ്റി അല്ലി ചെയ്തത്. ആ ആ ആ ആ യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തു. യഹോവയായ ദൈവം അബ്രഹാമിനെ പറ്റി പറയുകയാണ്. തലമുറകളോടും ദൈവത്തിന്റെ നീതിയെ പറ്റി, യഹോവയായ ദൈവം ചെയ്ത കാര്യങ്ങളെ പറ്റി തലമുറയോട് പ്രസ്താവിക്കേണ്ടതിന് വേണ്ടിയാണ് ആരെ തെരഞ്ഞെടുത്തത്? അബ്രഹാമിനെ തെരഞ്ഞെടുത്തത് എന്നാണ് നാം വായിക്കുന്നത്. അപ്രകാരമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കനാനിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുത്തതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? തലമുറകളോട് ദൈവത്തെ പറ്റി സംസാരിക്കുക. ആ വലിയൊരു ഉത്തരവാദിത്വം എല്ലാ മാതാപിതാക്കളുടെ പേരും കിടപ്പുണ്ട്, അല്ലേ? അതുകൊണ്ട് മക്കളെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിർത്തേണ്ടതിന് വേണ്ട എല്ലാ കാര്യങ്ങളും യാതൊരു മടിയും കൂടാതെ 6 മണിക്ക് നമ്മുടെ യൂത്ത് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:45 നമ്മൾ റെഡിയാവാൻ ശ്രമിക്കണം. 8:30 നമ്മുടെ സൺഡേ സ്കൂൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:30 ഇവിടെ വേണ്ടുന്ന എപ്പോഴും വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്രകാരം വളർത്തുന്ന ഒരു മാതാപിതാക്കളും ഒരിടത്തും ലജ്ജിച്ചു പോകാൻ വരത്തില്ല എന്ന് ഞാൻ ഈ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നിങ്ങളോട് ഉറപ്പു തരികയാണ്. നിശ്ചയമായും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അവരിലേക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അവരിലേക്ക് ഷെയർ ചെയ്യാനും ആരാധിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കാനും ദൈവത്തെ സത്യസന്ധതയോടുകൂടി ആരാധിക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കാനും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ സന്ദേശത്തിൽ നിന്നുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സോണിയയിൽ ഇവിടെ പറഞ്ഞത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊക്കെ ചെയ്യും. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സോണിയയിൽ സംസാരിച്ചത്. ദൈവം സോണിയയുടെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് വീട്ടിൽ നമ്മളോട് വേണ്ടി അപേക്ഷിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഒട്ടും ഒരു കംഫർട്ടബിളായിട്ടല്ല നിൽക്കുന്നത് ഇവിടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെളിയിലോട്ട് പോയത് വേറെ ഒന്നിനുമല്ല, ഒന്ന് ഒമിറ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ നല്ല തലവേദനയുമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇത്രയും കുഞ്ഞുങ്ങളെ സഹോദരങ്ങൾ ഇത്രയും എനർജറ്റിക്കായിട്ട് യൂത്ത് മീറ്റിങ്ങിന് കടന്നു വരുമ്പോൾ അതിലെനിക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ തോന്നുന്നില്ല, മനസ്സിനൊന്നിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അകത്ത് ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കണ്ടോളം ബലപ്പെട്ട് ഇല്ല. ഓക്കെ, ഇഷ്ടപ്പെട്ട കാര്യം എന്തോ? ഇഷ്ടപ്പെട്ട കാര്യം കേൾക്കണം. എല്ലാവരും അങ്ങോട്ട് പോയോ? ഫെബിന എന്റെ മുഖത്തോട് പോലും നോക്കുന്നു. ഇഷ്ടപ്പെട്ട കാര്യം എന്തുവാ കേൾക്കണ്ടേ? ഇന്ന് നമ്മുടെ യൂത്ത് മീറ്റിംഗ് തുടങ്ങിയപ്പോ എത്ര പേരിലാണ് തുടങ്ങിയത്? 38. നല്ലൊരു കയ്യടി എടുക്കാം. ഇത് എന്നോടുള്ള പിണക്കത്തിന്റെ പുറത്തുള്ള കയ്യടിയാ. അത് വേണ്ട, നല്ല തകർപ്പിനൊരു കയ്യടി. പേരെന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ആണ്. അത് കഴിഞ്ഞ് 8 പേര് വന്നു. ഇപ്പൊ ഒരു 45-46 പേര് നമ്മുടെ ഈ യൂത്ത് മീറ്റിങ്ങിലുണ്ട്. ജസ്റ്റിൻ ഒരു കാര്യം സൂചിപ്പിച്ചു. പല സഭകളിലെയും ഞായറാഴ്ച ആരാധനയ്ക്കുള്ള ആളിനേക്കാൾ കൂടുതലാണ് ഒരു യൂത്ത് മീറ്റിങ്ങിൽ കുഞ്ഞുങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് സോണിച്ചാൻ അതിന് ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞപ്പോൾ അത് മിസ്സായിപ്പോയി. ഇത്ര ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി ടീച്ചേഴ്സിന് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചേഴ്സിന്റെ എഫേർട്ട് ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു. സത്യത്തിൽ നമ്മൾ ഏത് കാര്യവും ഒന്ന് പ്രോപ്പർലി അലൈൻ ചെയ്ത് പോകാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സൺഡേ സ്കൂളിന് സോണിച്ചാൻ ഒരു ഉത്തരവാദിത്വം എടുക്കുമ്പോൾ സോണിച്ചാൻ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ ആ ലൈൻ ഓഫ് ഓർഡറിൽ ആ കാര്യങ്ങൾ മിഡിൽ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടീച്ചേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ പിള്ളേരെയും നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വരത്തില്ല. 5 പേരുള്ള ക്ലാസ്സിൽ 3 പിള്ളേരെ എത്തിക്കാൻ അല്ലെങ്കിൽ 4 പിള്ളേരെ എത്തിക്കാൻ പറ്റിയാൽ അത് വലിയൊരു വിജയമാണ്. അതാണ് ഇത്രയും കുഞ്ഞുങ്ങൾ ഇന്നത്തെ യൂത്ത് മീറ്റിംഗിൽ ശ്രദ്ധിച്ച കുഞ്ഞുങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ട്. അത് മക്കളെ എന്തുകൊണ്ട് വരുന്നു? ഇവിടെ കഥ പറയാമോ?
എന്നാ വലിയ ഫ്രണ്ട് വേണം നമുക്ക് കഥ എല്ലാവർക്കും കൂടെ പറഞ്ഞു പറ്റിയാ വാ. ഓക്കെ, അത് താങ്കൾ പറയുന്നത് ശ്രദ്ധിക്കണേ. അന്നേരം അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യവും ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ട കാര്യവും ഞാൻ പറഞ്ഞു. നമ്മുടെ ഈ ഒരു ക്രൗഡിനിടയ്ക്ക് പ്രത്യേകിച്ച് ടീച്ചേഴ്സ് അല്ലെങ്കിൽ സീനിയേഴ്സിന് ഓപ്പണായിട്ട് അഭിപ്രായം പറയാം. കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ അൾട്ടിമേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഉദ്ദേശം ഉണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കണം. ആ കൂട്ടത്തിൽ നമ്മളും പോകണം. അത് വരുമ്പോഴത്തേക്ക് നമ്മളിലും കുറച്ച് ചേഞ്ചസ് വേണ്ടി വരും. ഈ പറയുന്ന എനിക്കും കുറച്ച് ചേഞ്ചസ് വേണ്ടി വരും, നമ്മുടെ ടീച്ചേഴ്സിനും ചേഞ്ചസ് വേണ്ടി വരും. ഇതിനകത്ത് ഈ പ്രോസസ്സിൽ ഇടപെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ചേഞ്ചസ് വേണ്ടി വരും. ആ ഒരു ട്രാൻസിഷൻ പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞാൽ അങ്ങ് ചെല്ലാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ട ഒരു വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷൻ മേഖലയിൽ കുഞ്ഞുങ്ങൾ പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റം അവർക്ക് പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ആളെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ അധ്യക്ഷനായിട്ട് ചാക്കോച്ചിയെ വിളിച്ചു. ചാക്കോച്ചി ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമായിരുന്നു. ഞാൻ സോണിച്ചാൻ്റെ അടുത്ത് വിളിച്ച് പറയുകയും ചെയ്തു, 6:45 ഞങ്ങളെ കണ്ടില്ലെങ്കിൽ വേറെ ആരെയും ആക്കി മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യണം. അത് ചാക്കോച്ചി ഇന്നൊരു 8:30 രാവിലെ 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോയത്. അവർ 5:45 തിരിച്ച് വീട്ടിൽ വന്നത്. ഫുട്ബോളിന്റെ ഒരു സെലക്ഷന് വേണ്ടി പോയതാണ്. നട്ടപ്ര വെയിലത്ത് ഒരു 6-7 മണിക്കൂർ നിന്നിട്ടാണ് ചാക്കോച്ചി വന്നത്. ചാക്കോച്ചി പ്രിപ്പയർഡ് അല്ലാതെ എന്നാൽ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോയിന്റ് ചെയ്തു. ദൈവങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ചാക്കോച്ചിക്ക് ആവശ്യമാണ്. ചാക്കോച്ചി ദൈവം സഹായിക്കട്ടെ. ഇന്ന് അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നതിനോട് എനിക്ക് 10% പോലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് പറയാൻ 100% അവകാശം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ഞാനൊരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് എൻ്റെ പിള്ളേരായിട്ട് ഇവിടെയുള്ള എല്ലാ പിള്ളേരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. അന്നേരം ഞാൻ ഫീഡ്ബാക്ക് പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്കിൾ നെവർ മൈൻഡ്, ഞാൻ പിന്നെയും പറയും കേട്ടോ. ഓക്കെ ആണല്ലോ? ദേഷ്യമൊന്നുമില്ലല്ലോ ആർക്കും? ഓക്കെ. അത് കഴിഞ്ഞിട്ട് പാട്ട് പാടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന വരുമ്പോഴും ഏകദേശം അതേ സിറ്റുവേഷൻ ഒക്കെ തന്നെയായിരുന്നു. നമ്മളിത് മക്കളെ ഇതൊരു പ്രോഗ്രാം അല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോട് സംസാരിക്കുക. സ്കൂളിൽ നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ സംസാരിക്കുമോ? അവിടെ എന്താ വരും? ആദ്യം എന്താ വരുന്നത്? റെസ്പെക്ട് വരും അല്ലേ? റെസ്പെക്ട് അല്ലെങ്കിൽ റെസ്പെക്ട് എന്ന് പറയുമ്പോൾ ബഹുമാനം. അതല്ലേ ഇതെന്തോ തോന്നുന്നത്? ആദ്യം ഒരു ഭയം തോന്നും. ശരിയല്ലേ? അതായത് നമ്മളിതൊരു പ്രോഗ്രാമായിട്ട് നിങ്ങൾ ആരും എടുക്കല്ല. നിങ്ങളെ പൊതുസമൂഹത്തിൽ അത് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അവസരങ്ങൾ തരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ജയാന്റെ ഒരു ഭാവന, ആ ഭാവനയുടെ ടോപ്പിക് എന്തുവാന്ന് ഞാൻ കേട്ടു. എന്തായിരുന്നു മകളെ ജയാന്റെ ടോപ്പിക്ക്? ഭാവന എന്തിനെ പറ്റിയായിരുന്നു? അത്ഭുതം. ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ്. ഷോണ എന്തായിരുന്നു മോനെ ഭാവനയുടെ ടോപ്പിക്ക്? അത്ഭുതമായിരുന്നു ജയാന്റി. സൃഷ്ടാവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അത്രയും അത്ഭുതം എവിടുന്ന് വന്നു? ഇനി അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന അങ്ങനത്തെ ആശയങ്ങൾ വല്ലതും ഉണ്ടോ? ഓക്കെ. എനിവേ ജയാന്റിയെ കർത്താവ് ബലപ്പെടുത്തേണ്ട. വൈകിട്ട് ഞാനൊന്ന് വിളിച്ച ആന്റി എന്തെങ്കിലും ഒന്ന് നോക്കിക്കൊണ്ട് വരാമെന്ന്. ആ കിട്ടുന്ന അവസരം വിനിയോഗിക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ്, അതിന് നല്ലൊരു കൈയ്യടിയുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ ആരായിരുന്നു? പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരാള് മോനെ പാട്ട് പാടിയ ആളുടെ പേരെന്തായിരുന്നു? അൽഹാൻ.
കുഞ്ഞ് നല്ല തകർപ്പനായിട്ട് പാടി. ഞാൻ തലവേദന എടുത്ത് നിൽക്കുമായിരുന്നു പറഞ്ഞാൽ ഞാൻ ഭിത്തിയെ ചാരി ചെയ്യുന്ന ആ പാട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ടോണിജ ഇവൻ നല്ലപോലെ പാടുന്നുണ്ട്. ഇവനെ എവിടെയെങ്കിലും പാട്ട് പഠിപ്പിക്കാനോ എന്തെങ്കിലും പരിപാടി ചെയ്തതായിട്ട് കണ്ണിനെടുത്ത് പറയണം. കുഞ്ഞിന് നല്ലൊരു കൈയടി കൊടുക്കാം. ചെറുകഥ പറഞ്ഞാളിക്കുന്നു. ചെറുകഥ ആശു പറഞ്ഞ ചെറുകഥ ഏതായിരുന്നു? നല്ല നല്ല ശബരിക്കാരൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചെറുകഥകളല്ലേ. ആശു നല്ലതായിട്ട് ചെറുകഥ പറഞ്ഞു. ഇടയ്ക്ക് ഇവിടെ വന്ന് നീ കഥ പറയണേ കേട്ടോ. അമ്മയോട് പറയണം, അമ്മയൊക്കെ സന്ദർശിച്ചു പഠിച്ച ചർച്ചയിൽ എനിക്ക് ഇടയ്ക്ക് കഥ പറയാൻ പോകണം. ഓക്കെ, കുഞ്ഞിന് നല്ലൊരു കൈയ്യടി കൊടുത്തു. പിന്നെന്താ പ്രോഗ്രാം? ഷോൺ സത്യത്തിലുണ്ടല്ലോ ഇന്ന് എന്നെ ഞെട്ടിച്ചു. ഷോൺ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് വന്ന് പറയുമായിരുന്നു, അല്ല ഞാൻ ബൈബിൾ ക്വിസ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തലവേദന എടുത്ത് ഇത് ഒന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. പക്ഷേ ഒരു പൈതല് ഇങ്ങോട്ട് വന്നിട്ട് ഞാനൊരു പരിപാടി റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവനെ പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആരെയും പ്രൊമോട്ട് ചെയ്യുന്നത്? ഷോണെ അടിപൊളിയായിട്ട് നീ പ്രസന്റ് ചെയ്തു. ഇനിയും തകർപ്പനായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. ഒരു എല്ലാ പരിപാടിക്കും എല്ലാ വൈപ്പിക്കും അല്ലെങ്കിൽ ഏത് ഇവന്റ് വരുവാണെങ്കിലും പേര് കൊടുക്കണം. പേര് കൊടുക്കുമ്പോൾ ഒരു കാര്യമുണ്ടോ, ഓട്ടം പറയണം, അല്ലെങ്കിൽ ആൾക്കാർ എഴുതിയെടുക്കുന്നില്ല കേട്ടോ. ഷോൺ എന്ന് നല്ല അടിപൊളിയായിട്ട് യാതൊരു ഒരു ടെൻഷനും ഇല്ലാതെ പുള്ളി കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. നല്ലൊരു കൈയ്യടി. ഇതൊക്കെ പറഞ്ഞാൽ ഷോണിന്റെ ബൈബിൾ ക്വിസിനകത്ത് സഹോദരന്മാരാണ് വിജയിച്ചത് കേട്ടോ. ആണോ ആണോ ഞാൻ ചുമ്മാതൊക്കെ പറഞ്ഞതാ. സ്പോർട്സ് ആയതുകൊണ്ടല്ലേ സഹോദരന്മാര് പറയുന്നത് കേട്ടല്ലോ, നമുക്ക് സ്പോർട്സിൽ മാത്രമേ അറിയുള്ളൂ, ബൈബിൾ ജ്ഞാനം കുറവാണെന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആരെന്തായിരുന്നു പ്രോഗ്രാം? ജോവാനയ്ക്ക് വളരെ നല്ലൊരു കൈ കൊടുക്കാം. കേരള സ്റ്റേറ്റിന്റെ നമുക്ക് ഈ പ്രാവശ്യം സൺഡേ സ്കൂളിന് വേണ്ടി സമ്മാനം വാങ്ങിച്ച വ്യക്തിയാണ്. ജോവാന ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടില് സൺഡേ സ്കൂളിന്റെ ടാലന്റ് ടെസ്റ്റിന് പങ്കെടുക്കുന്നത്. ആ ആദ്യത്തെ പ്രാവശ്യം തന്നെ സ്റ്റേറ്റ് ലെവൽ ക്വാളിഫൈ ആവാനിടയായി. ഡിഫോൾട്ട് ജോവാനയുടെ ഏത് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാലും നല്ല എഫേർട്ട് ഇട്ട് അതിനുവേണ്ടി വെൽ പ്രിപ്പയർ ആയിട്ടാണ് ഈ വൈദ്യുത അത് ചെയ്യുന്നത്. ഇദ്ദേഹം അധികമായിട്ട് ബലപ്പെട്ടിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കണം. ഓക്കെ, ശരി. സോണിയക്കൾ നാലാ പറയുന്നത്, അപ്പാന്ന് പറയണ സോണിയക്കൾ. ഓക്കെ, ജസ്റ്റിന്റെ അടുത്തും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സംസാരിച്ചത്. യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അതിലുപരിയായിട്ട് പ്രത്യേകിച്ച് പാസ്റ്റേഴ്സിന്റെ മക്കളുടെ ഒരു അഡ്വാൻറ്റേജ് എന്തോന്നറിയാം? എന്നെ സംബന്ധിച്ച് ഞാൻ മേപ്രസംഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. പാസ്റ്റേഴ്സിന്റെ മക്കളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വ്യത്യസ്ത നിലവാരത്തിലുള്ള ചർച്ചസ് കണ്ടിട്ടുണ്ട്. ഓരോ ഏരിയയിൽ ചെല്ലുമ്പോൾ ആൾക്കാരുടെ കൾച്ചർ വേറെ ആയിരിക്കും. പാസ്റ്റേജിലെ ജീവിതം ഞാൻ അനുഭവിച്ചിട്ടില്ല, പക്ഷേ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ പാസ്റ്റേഴ്സിന്റെ മക്കളുടെ അടുത്ത് കൂടുതൽ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം സന്തോഷകരമായ അനുഭവങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. ജസ്റ്റിനെ പറ്റി ഒരു ജസ്റ്റിനെയും ജോലിനെ പറ്റി എനിക്കൊരു ഫീഡ്ബാക്ക് പറയാനുള്ളത്, നമ്മൾ എന്തോ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ആ ചർച്ച് സഭ എന്ന് പറയുന്നത് അവരുടെ ബ്ലഡിലുണ്ട്. പറഞ്ഞു കഴിയട്ടെ, അത് നമ്മുടെ ചർച്ച് ബോർഡ് മാത്രമല്ല, ഏത് പാസ്റ്റേജിൽ വളർന്നിട്ടുള്ള പാസ്റ്റർ കിഡ്സിന്റെ ഒരു പ്രത്യേകതയാണ്. ശരിയാണോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ നമുക്കത് ഭയങ്കര അഗ്രഷനായിട്ട് തോന്നും കേട്ടോ. പ്രത്യേകിച്ച് മറ്റു പല സഭകളുടെ പാസ്റ്റേഴ്സിന്റെ മക്കളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര അഗ്രസീവായിട്ട് തോന്നും. പക്ഷെ അത് അവരുടെ ബ്ലഡിലുള്ളതാണ്. കാര്യം എന്തുവാ?
ആത്മീയ ആഹാരത്തിന്റെ കൂട്ടത്തിൽ തന്നെ കഴിച്ചിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ആ സഭയിൽ നിന്നുള്ളത്, അതിന്റെ സ്നേഹമാണ് അത് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ജോയലിന്റെ അടുത്തും ജസ്റ്റിന്റെ അടുത്തൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ആ ഒരു പൾസ് മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് പൂർണ്ണ വൈപ്പിയുടെ ബോർഡിൽ പ്രവർത്തിക്കുന്നു. ജസ്റ്റിന് നമ്മൾ അവസരങ്ങൾ കർത്താവ് നൽകുന്നു. ഈ പ്രാവശ്യത്തെ വൈപ്പിയുടെ സുവനീർ നമ്മളെല്ലാവരും മനോഹരമായൊരു സുവനീർ, അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ജസ്റ്റിനെ കർത്താവ് ബലപ്പെടുത്തി. തുടർന്നുള്ള സമയങ്ങളിലും കർത്താവ് അധികമായ അവസരങ്ങൾ നൽകട്ടെ. ഒറ്റ കാര്യം പറയാനുള്ളൂ, ഉയർന്നു പോകുമ്പോൾ ഞങ്ങളുടെ വൈപ്പി, ഞങ്ങളുടെ സൺഡേ സ്കൂളും ഞങ്ങളുടെ യൂത്ത് മീറ്റിംഗ് ഒന്നും മറന്നു പോകരുത്. ജസ്റ്റ് ഞങ്ങൾ നല്ലൊരു കഴിവുണ്ട്. ആരായിരുന്നു ആ ഗിഫ്റ്റിന്റെ വിന്നേഴ്സിന്റെ ലിസ്റ്റ് എടുത്തത്? ഓമനയാൻഡിയുടെ ജസ്റ്റിന് ഓമനയാൻഡിയുടെ ലിസ്റ്റ് ഉണ്ട്. ലഡു സമ്മാനം വേണ്ട, ഗിഫ്റ്റ് വേറെ അടുത്ത പ്രാവശ്യം കിട്ടണം. അതിനുശേഷം ആരായിരുന്നു സംസാരിച്ചത്? സോണിച്ചാനും ഞാനും ഈ വിഷയം, ഈ സ്വർഗവും നരകവും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനതിനെ എങ്ങനെ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മക്കള് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടോ, ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 വയസ്സ് 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സുള്ള പിള്ളേരിൽ ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിച്ചിട്ടുള്ള ആ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുള്ള അവരുടെ പ്രായത്തിനിടെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഒത്തിരി കുഞ്ഞുങ്ങൾ കാണും, എന്നാൽ വളരെ കുറവായിരിക്കും. പക്ഷേ അതിലും കൂടുതൽ ദൈവത്തിന്റെ പ്രസൻസും ദൈവത്തിന്റെ സാന്നിധ്യവും അനുഭവിച്ചിട്ടുള്ളത് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് നമ്മുടെ പിള്ളേരുടെ അടുത്ത് പങ്കുവെക്കുന്നുണ്ടോ? ഇൻക്ലൂഡിങ് ഞാൻ വളരെ ചുരുക്കമാണ് പങ്കുവച്ചിരിക്കുന്നത്. നമ്മൾ അനുഭവിച്ച ഒരു സംഭവം നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരതെങ്ങനെ മനസ്സിലാക്കുന്നത്? അന്നേരം ആരുടെ ഭാഗത്താണ് ഒരു വീഴ്ച വരുന്നത്? ആരുടെ ഭാഗത്താണ്? നമ്മുടെ ഭാഗത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പ്രോസസ്സിൽ എല്ലാവർക്കും കറക്ഷൻ വേണം. അപ്പനും അമ്മയ്ക്കും കറക്ഷൻ വേണം. ആ കറക്ഷൻ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പിള്ളേർ അവരുടെ ആക്ഷനിൽ പോയിക്കോളും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ദൈവിക സാന്നിധ്യം അല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള ആ അവസ്ഥ അത് നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ. സോണിച്ചാൻ ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട്. എൻ്റെ അടുത്ത് പല കാര്യങ്ങൾക്കും വിളിച്ച് അഭിപ്രായം അല്ലെങ്കിൽ സജഷൻ ചോദിക്കുമ്പോൾ ഞാൻ പറയാം, ചാച്ചായ നോക്കിയൊക്കെ ചെയ്തു. കാര്യം ഇന്നിപ്പോൾ യൂത്ത് മീറ്റിങ്ങിന് ഇവിടെ വന്ന് നിൽക്കുമ്പോഴും എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട നമ്മുടെ പ്രയർ മാറ്റേഴ്സ് പ്രിന്റിങ്ങിന് കൊടുത്തേക്കുക. നാളെ ആരാധനയോട് ചേർന്ന് നമുക്ക് ബുധനാഴ്ച നടക്കേണ്ടുന്ന സെയിം പ്രയർ മാറ്റേഴ്സ് പ്രിന്റിങ്ങിന് കൊടുത്തേക്കുക. കാര്യം ഞാനിവിടെ നിൽക്കുമ്പോഴും എൻ്റെ ചിന്ത വേറെ മറ്റു പല അവസ്ഥകളുമാണ്. പക്ഷെ ആ സ്ഥാനത്താണ് സോണിച്ചാൻ ടോട്ടലി കുഞ്ഞുങ്ങളുടെ കാര്യവും സൺഡേ സ്കൂളിൻ്റെ കാര്യവുമായിട്ട് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത്. സോണിച്ചാനെ കർത്താവ് അധികമായിട്ട് ബലപ്പെടുത്തിട്ട് കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ ഓർത്തും ഹെഡ് മാസ്റ്ററിനെ ഓർത്തും പ്രാർത്ഥിക്കണം. കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് പലപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല സമയത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ റിസൾട്ട് കിട്ടാതെ വരുമ്പോഴത്തേക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ ഓപ്പണായിട്ട് പറയുക, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ദൈവം ഒരു ചിന്ത തരും, നിങ്ങൾ ചെയ്തത് പിന്നെ ആരാ ചെയ്യുന്നത്? എന്തിനാണ് ചിന്ത തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സാധാരണയായിട്ട് മനസ്സിലായി ചിന്ത തരുന്നത്. എങ്ങനെ നന്നായിട്ട് പോകുന്ന ഒരു സംഭവത്തെ നശിപ്പിക്കണം, അതല്ലേ സാധാരണ ആവശ്യം. ഏറ്റവും നന്നായിട്ടൊരു സംഭവം പോവുകയാണെങ്കിൽ അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ ആവശ്യം. അത് നിങ്ങൾ ചിന്തിക്കില്ല, ഈ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് ഇതിനൊരു മടുപ്പ് തോന്നത്തില്ലയോ, അല്ലെങ്കിൽ പാസ്റ്ററിനുള്ള ഒരു മടുപ്പ് തോന്നുന്നില്ല, അല്ലെങ്കിൽ പേരൻസിന് മടുപ്പ് തോന്നുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും മടുപ്പ് തോന്നും പലപ്പോഴും. പക്ഷെ ആ ഒരു മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടി ആരാ പ്രാർത്ഥിക്കേണ്ടത്? ആര് പ്രാർത്ഥിക്കണം? കുഞ്ഞുങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് ഇന്നത്തെ പ്രോഗ്രാമാണ് ചോദിച്ചാലൊക്കെ യൂത്ത് മീറ്റിംഗിൽ വളരെ ഉത്സാഹത്തോടെ വന്നിരിക്കുന്നത്.
സൈതാന് ഒരു യൂത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തേ അത് കഴിഞ്ഞ് എല്ലാ യൂത്ത് മീറ്റിങ്ങിനും വരുന്നുണ്ട്. അങ്ങനെ പ്രസാദിച്ചാനുണ്ട്, ശിവചാനുണ്ട്, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരെയും കൊച്ചുമോള സിസ്റ്റർ യൂത്ത് മീറ്റിംഗ് ആദ്യമായിട്ടല്ലേ? ഇടയ്ക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അമ്മാമ്മ നേരത്തെ വന്നിട്ടുണ്ടോ? ഓക്കെ. എല്ലാവരുടെയും സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കണം, വളരണം എന്നുള്ളതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ പേരൻസ് എല്ലാം ഇവിടെ ഇരിക്കുന്നത്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുകയാണ്. നമ്മൾ ഈ പേരൻസിനോടാണ് നമ്മൾ ഇടുന്ന എഫോർട്ടിനൊക്കെ മറുപടി നമ്മൾ കാണും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തി. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളിടുന്ന എഫോർട്ടിന് നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടി നമ്മൾ മറുപടി കാണും. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. സമയം നമ്മളുടെ സാധാരണ സമയത്ത് നിന്ന് മുന്നോട്ട് പോയിരുന്നു. തുടർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ദേവദാസിനെ പ്രഭാഷണം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിർമ്മീയമാനമായ സ്വർഗീയ പിതാവേ, യൂത്ത് ആൻഡ് ക്രിസ്ത്യൻ്റെ പ്രോഗ്രാം ഞങ്ങൾ ചോദിച്ചതിനേക്കാൾ നിലച്ചതിനേക്കാൾ അത്യന്തപരമായി അങ്ങ് ചെയ്തു നൽകുന്നല്ലോ. നന്ദി. എഫേർട്ട് എടുത്ത് പേരൻസ് കുട്ടികളെ പ്രായപ്പാനും അവരുടെ സാന്നിധ്യവും ഈ പ്രോഗ്രാമിനെ എത്രത്തോളം അനുഗ്രഹമാക്കിയല്ലോ. ഈ പ്രോഗ്രാം പ്രസന്റ് ചെയ്ത ചാക്കോച്ചിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്നെ മകനെ കൂടുതൽ ബലം പകരണമേ. ഇത് കണക്ട് ചെയ്യുവാൻ കർത്താവെ മുന്നോട്ട് നിൽക്കുന്ന എല്ലാ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ പ്രോഗ്രാമുകൾ വളരെ പ്രയോജനകരമാകണം. സെക്യുലർ തലത്തിൽ ഞങ്ങളുടെ പഠന മേഖലയിലൊക്കെ ഈ വിധമായ പ്രോഗ്രാമുകൾ ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളുടെ വളർച്ചയ്ക്ക് പിന്തുണയേകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്ഥലസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പ്രകാരമുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുവാൻ അവരുടെ ഉള്ളത്തിന് കൊടുത്ത ദൈവസ്നേഹത്തിനായിട്ട്, കുഞ്ഞുങ്ങളിലുള്ള വിശ്വാസത്തിനായിട്ട് നന്ദി. അതെല്ലാം സ്വർഗം നീതിയായി കണക്കിടുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിച്ചിട്ടും കടന്നു വരുവാൻ കഴിയാത്തവരോട് അവരോട് കൃപ ചെയ്യണം. കടന്നു വന്ന എല്ലാവരെയും മാനിക്കണം, മഹത്വം പങ്കെടുക്കണം, വരവനായി ഒരുക്കണം. പ്രാർത്ഥനകളുടെ കരുണയ്ക്കും കൃപയ്ക്കുമായി നന്ദി. യേശു കർത്താവിൻ പെണ്ണുനാമത്തിൽ തന്നെ സ്വർഗീയ ദൈവത്തിന്റെ സാന്നിധ്യം, സമ്പർക്ക സഹവാസത്താവൽ നാം ഏവരോട് പുറത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥനകളോട് അഗ്നിരോധനങ്ങളിലുള്ള വൈദ്യുതി പ്രവർത്തനങ്ങളോട് ഇവിടെയുള്ള പ്രവർത്തനങ്ങളോട് ഇതിന്റെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരോട് യേശുവിൻ മേഘ പ്രത്യക്ഷത വരെ വിടാതെ എപ്പോഴും